JDU ഓഫീസിന് മുന്നിൽ നമ്മുടെ ആദിൽ എത്തിയിട്ടുണ്ട്. 77 സീറ്റിൽ ലീഡെടുത്ത് JDU നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ 25ഓളം സീറ്റുകൾ ലീഡെടുത്തിരിക്കുന്നത്. നിതീഷിന്റെ പെർഫോമൻസ് അപാരമാണ് എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും. നമുക്കൊപ്പം ആദിലുണ്ട്. ആദിൽ JDU ഓഫീസിന് മുന്നിലാണുള്ളത്. JDU ഓഫീസിൽ വലിയ ആഘോഷമൊക്കെ ആയിരിക്കും അല്ലേ? ആഘോഷം തുടങ്ങിയിരിക്കുന്നു JDU ഓഫീസിൽ. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതേ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച അരുൺകുമാർ, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡ്, ഇതാണ് യഥാർത്ഥ വിജയത്തിന്റെ ചിത്രം എന്നുള്ളതാണ്. ഒരു വശത്തേക്ക് നിതീഷ് കുമാർ മുഖ്യമന്ത്രി നോക്കുകയാണ്, ആ മറുവശത്ത് നിൽക്കുന്നതാകട്ടെ ഒരു സ്ത്രീ. അവർ മുകളിൽ വെളിച്ചമുണ്ട്. 125 യൂണിറ്റ് ആണ് ബീഹാറിൽ സൗജന്യമായിട്ട് നിതീഷ് കുമാർ സർക്കാർ പാവങ്ങൾക്ക് നൽകിയത്. 10,000 രൂപ വീതം സൗജന്യമായി. कुमार जिंदाबाद जिंदाबाद। मैं आपको स्पष्ट करता हूं कि हमारे नेता का डिक्शनरी में है आपस में नितीश कुमार क्या होगा? CM होगा। बिल्कुल। अरे टाइगर अभी जिंदा है, കടുവ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് പറയുന്നത്. CM रहेंगे, टाइगर अभी जिंदा है पूरे। नीतीश कुमार वो बोल रहे हैं विदा चाचा। नहीं, नो अलविदा वो खुद ही कह दिया कि चाचा आप CM का कुर्सी संभालिए, हम अलविदा कर रहे हैं. വിട പറയുന്നത് അവര് തന്നെയാണ്, അല്ലാതെ നിതീഷ് കുമാർ അല്ല എന്നാണ് का रियल हीरो विकास का रियल हीरो अगर कोई है उसका नाम नीतीश कुमार है. सारा काम किया नितीश कुमार, पूरे बिहार में 20 साल से काम किया, 20 साल से काम किया, 5 साल फिर काम करेंगे. नीतीश कुमार 5 साल से फिर से 5 साल फिर 5 साल 2025 से 30 नीतीश कुमार बोल रहे हैं दिमाग ये तबीयत खराब है, ऐसा बोल रहे हैं. कोई कहता है कि नीतीश कुमार इतना, आज भी कोई दौड़ने वाला, अभी सबका तबीयत ठीक कर देंगे, सबका तबीयत हो 2025 से 30 2025 से 30. ഏതായാലും അതിൽ ഇപ്പോഴത്തെ ലീഡ് നിലയൊന്ന് നോക്കാം. 163 സീറ്റുകളിലേക്ക്, അതായത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ ലീഡ് നിലയിലേക്ക് ഇതിനകം തന്നെ NDA എത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ JDU 77 സീറ്റുകളിൽ ലീഡ് എടുക്കുകയാണ്. അതിൽ 11 സീറ്റുകളിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നല്ലോ. കോൺഗ്രസും RJDയും തമ്മിൽ 5 സീറ്റുകളിൽ, CPIയും കോൺഗ്രസും തമ്മിൽ 4 സീറ്റുകളിൽ, RJDയും VIPയും തമ്മിൽ 2 സീറ്റുകളിൽ. ഈ 11 സീറ്റും NDA കൊണ്ടുപോയില്ലേ അതിൽ? ഉറപ്പായും സീറ്റുകൾ വിഭജിച്ചു പോയി, വോട്ടുകൾ വിഭജിച്ചു പോയി. സീറ്റ് NDA ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ. അതാ ഇവിടെ JDUവിന്റെ പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. നിതീഷ് കുമാറിന്റെ വിജയം തന്നെയാണ്. നിതീഷ് കുമാർ 5 വർഷം കൂടി ഉറപ്പായും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. BJP ഒരിക്കലും നിതീഷ് കുമാറിനെ മാറ്റില്ല. നിതീഷ് കുമാറിന് അസുഖമാണ്, സുഖമില്ല എന്ന് പറയുന്നവർക്കാണ് സുഖമില്ലാത്തത് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും നിതീഷ് കുമാറിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രവർത്തകരാണ്. നമുക്ക് ഇനിയിപ്പോൾ കാണേണ്ടത് അനുയായികളെയൊക്കെ നമ്മൾ കണ്ടു, അവരുടെ ആവേശവും നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ഹനുമാൻ എവിടെയുണ്ട്? ഹനുമാനും മികച്ച പ്രകടനമാണ്. 14 സീറ്റുകളിൽ ലീഡുണ്ട്. താൻ മോദിയുടെ ഹനുമാൻ എന്നാണ് ചിരാഗ് പറഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞാൽ ചിരാഗ് ഇതല്ല പ്രതീക്ഷിച്ചത്. 29 സീറ്റിൽ കൂടുതൽ സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ കുറഞ്ഞുപോയി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനെ തന്നെ ഹനുമാൻ പുറത്തിറങ്ങും. കാര്യം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടേ പോകൂ എന്നാണ് സ്വകാര്യമായി നേരത്തെ കണ്ടപ്പോ ചിരാഗ് പസ്വാൻ പറഞ്ഞിരുന്നത്. ചിരാഗ് പസ്വാന്റെ LJP പാർട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. 29 സീറ്റിൽ മത്സരിച്ചപ്പോൾ 15 സീറ്റിൽ, പകുതിയിലധികം സീറ്റിലേക്ക്, ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. സീറ്റുകളിൽ മുന്നേറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഏതായാലും അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഹനുമാന്റെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും BJP ഫുൾ ഓണായി കഴിഞ്ഞു. വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. ജിലേബിയും ലഡുവും ഒക്കെ വിതരണം തുടങ്ങിയിരിക്കുന്നു. JDU ഓഫീസിൽ ഇതാ നിതീഷ് കുമാറിന് ഒരു പ്രശ്നവുമില്ല. 5 വർഷം കൂടി നിതീഷ് കുമാർ തന്നെ ഭരിക്കുമെന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്.